നീ ഈ പറയുന്ന ആളും സൈന്യമൊന്നും അവക്കില്ല. ഗതികേടുകൊണ്ടാ അവളിവിടെ ജീവിക്കുന്നത്. അപ്പച്ചി അങ്ങനെ തന്നെ വിശ്വസിച്ചോ? എന്റെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം തന്നാ മതി. അവളുടെ റൂമിന്റെ മുന്നിലെത്തിയ ആ മനുഷ്യൻ പിന്നെ എങ്ങോട്ട് പോയി? 2 മണിക്കൂർ നേരം ലഭിച്ചിട്ടും ആ മനുഷ്യൻ അവളെ കൊല്ലാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാ? എനിക്കിനി പ്രതീക്ഷകളൊന്നും ഇല്ല അപ്പച്ചി. മോളെ, നീ പറയുന്നത് മരണം അവളുടെ മുന്നിൽ തലകുനിച്ച് പിന്മാറിക്കഴിഞ്ഞു. സമയമായിട്ടില്ലെങ്കിലോ മോളെ ഞാൻ അങ്ങനെ ആശ്വസിക്കുന്നത്? എനിക്ക് ആശ്വസിക്കാൻ ഒന്നുമില്ല. സുധി നിന്റെ കൂടെയാണെന്ന് മനസ്സിലായില്ലേ? അത് പോരെ മോളെ? സുധിയേട്ടനെ എനിക്കിപ്പോ വിശ്വാസമുണ്ട്. പിന്നെന്താ, അവളുടെ വിധി മറ്റൊന്നാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ച് കാത്തിരുന്നാലും അത് തന്നെ സംഭവിക്കും. പക്ഷേ എന്നെ അലട്ടുന്നത് മറ്റു ചിലതാ. പ്രതാപേട്ടനും അവളും തമ്മിലുള്ള അടുപ്പമല്ലേ? അതെന്താന്ന് എനിക്ക് അറിയില്ല മോളെ. പ്രതാപേട്ടന് അവളോടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ആ ഒരു ഭയം കൊണ്ടാ ഉപേന്ദ്രനും ബാലരാമനും ആവശ്യപ്പെട്ടപ്പം ഞാനും കൂട്ടുനിന്നത്. ഛേ, അത് പാഴ്ശ്രമമായിപ്പോയി. ഞാൻ ഇറങ്ങുന്നു അപ്പച്ചി. ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. എനിക്കതിന് കഴിയില്ല. മോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. അപ്പച്ചിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വാ, ഞാൻ പോവാ. നീ എന്താ സാന്ദ്രയോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും പറയാതെ കരഞ്ഞോണ്ട് അവൾ അങ്ങോട്ട് വരൂ? സാന്ദ്ര കരഞ്ഞെന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കള്ളം പറഞ്ഞെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? കരയാൻ മാത്രം ഞാനും സാന്ദ്രയെ ഒന്നും സംസാരിച്ചില്ല. നിന്നെ അപായപ്പെടുത്താൻ ആളെ വിട്ടത് അവളാണെന്ന് നീ പറഞ്ഞില്ലേ? നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പറയടി. ജയിക്കാൻ വേണ്ടിട്ടാ നീ പറഞ്ഞതെങ്കിലും അത് പുറത്താരെങ്കിലും അറിഞ്ഞാനുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ഓർത്തിട്ടുണ്ടോ? കെട്ടുപ്രായം തികഞ്ഞ പെണ്ണാ സാന്ദ്ര. അവള് നിന്റെ പുറകെ വാടക കൊലയാളി അയച്ചോ നീ പറയാനുള്ള കാരണം എനിക്കറിയണം. ഞാൻ മറ്റൊന്നും ഓർത്ത് പറഞ്ഞതല്ലമ്മേ. എനിക്കിനി അധികകാലം ആയുസുണ്ടാവില്ലെന്ന് മുമ്പൊരിക്കൽ എന്നോട് സാന്ദ്ര പറഞ്ഞു. ഇപ്പോഴും അവൾ അത് തന്നെ ആവർത്തിച്ചു. അതൊക്കെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു പോയതാ. വെറുതെ ജയിക്കാനല്ല നീ അത് പറഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ ഇല്ലാതാക്കിയിട്ട് അവക്ക് എന്ത് നേട്ടാ ഉള്ളത്? എന്തായാലും സുധിക്കൊപ്പം ഒരു ജീവിതം അവക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. സുധിയുടെ ജീവിതം തകർക്കാൻ സാന്ദ്ര ശ്രമിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. നീ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ തോന്നല് മാത്രമാ. അവളോട് അടുത്തിടപെടാനും അവളെ ഉൾക്കൊള്ളാനും നിനക്ക് കഴിയുന്നില്ല. അമ്മ എന്നോട് പൊറുക്കണം. സാന്ദ്രയെ ഒരു അനിയത്തിയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവൾ ആ ശത്രുവിന്റെ കണ്ണുകൊണ്ട് എന്നെ കാണുന്നത്. സുധിയേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അത് നടക്കാതെ വന്നതിൽ നീരസമുണ്ട്. പക്ഷെ എന്റെ ആയുസിനെ പറ്റി അവൾ കാണുമ്പോഴൊക്കെ പറയാനുള്ള കാരണം എന്താ? സുധിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോവേണ്ടവളാണെന്ന് സാന്ദ്ര പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ ഞാനിതിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ അവൾ സ്വയം പിന്തിരിഞ്ഞു പോകും. അതുവരെ അവൾ എന്തെങ്കിലും പറഞ്ഞാല് നീ ചെവി കൊടുക്കാതിരുന്നാ മതി. ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും നീയാ. അവളെ ഞാൻ ഒരു കാലത്തും ശാസിക്കില്ല. അവളെ നോവിച്ച് നീയെന്നല്ല ആര് സംസാരിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ സാന്ദ്ര. ആ പരിഗണനയും വാത്സല്യവും നമ്പാട്ടെല്ലാവർക്കും അവളോടുണ്ട്. നീ അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. ഇപ്പൊ എന്തായി? എന്നെ ഒളിപ്പിച്ചു വെച്ച് എല്ലാവരും കൂടി നടത്തിയ ഗൂഢാലോചന ഒളിഞ്ഞ് പാളീസായില്ലേ?
പ്രതാപനെ മാറ്റി നിർത്തി നമ്പാട്ട് നടക്കുന്ന ആദ്യത്തെ ഗൂഢാലോചന. ഒരു ഞരുന്ത് പെണ്ണിനെ കൊല്ലാൻ ഗോവയെ നാളെ ഇറക്കില്ലേടി. ഇവർക്കൊന്നും നാണമില്ലെന്നുള്ളതാ. എടി, നീയും എന്നിൽ നിന്നത് മറച്ചു വെച്ചു. സുധി അഞ്ജലി ഇവിടുന്ന് പോകുന്ന ദിവസം ഞാൻ അറിയുന്നത്. എന്നിട്ട് നീ അതെന്നോട് പറഞ്ഞോ? പറഞ്ഞിരുന്നെങ്കിൽ അവര് തോറ്റെടുത്ത് പ്രതാപൻ ചരിത്രം കുറിച്ചേനെ. അതെങ്ങനെ? നിനക്കും എന്നെ സംശയമില്ലയോ? അഞ്ജലി മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതിനെ ഞാനെന്ന് നീയും കരുതിയില്ലേ? പ്രതാപനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഒരു പെണ്ണിൽ ഞാൻ മയങ്ങിപ്പോയെന്നാ ഇവിടെ ചിലരുടെയൊക്കെ ധാരണ. എടി, ഒരു കുടുംബസ്നേഹിയാ ഞാൻ. അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. കുടുംബത്തിന് വേണ്ടി എന്ത് പ്രതിബന്ധങ്ങളും ഞാൻ അറത്തുമാറ്റി കളയും. ഇനി അവളെ രക്ഷിച്ചത് പ്രതാപേട്ടനാണെന്ന് മറ്റുള്ളവർ പറയുമോന്ന് എന്റെ പേടി. അവര് പറയട്ടടി, ഇനിയും ഏത് പഴിയും കേൾക്കാൻ ഞാൻ തയ്യാറാ. ഏട്ടനും ബാലമ്മാമി എന്തൊക്കെ അടവുകൾ പയറ്റിയാലും അഞ്ജലി ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഓരോ കളിയും ഗാലറിയിൽ നിന്ന് കാണാനാ എന്റെ തീരുമാനം. എല്ലാവരും തോറ്റുമടങ്ങുമ്പോൾ മാത്രം പ്രതാപൻ കളത്തിലിറങ്ങും. എന്നെ പഴി പറഞ്ഞുവിടുന്ന ആ വന്ന് താഴും. അതുവരെ പ്രതാപനെ ആരും ഒന്നിനും കൂട്ടണ്ട. എങ്കിലും അവളെ ആ സമയത്ത് വന്ന് രക്ഷിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ദേ, നമ്മള് കരുതിയതുപോലെ അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല അഞ്ജലി. അവളുടെ പിന്നിൽ ആളുണ്ട്. കൊല്ലാൻ വന്നവൻ എവിടെ പോയെന്നേ ബാലമാമയ്ക്ക് പോലും അറിയില്ല. എടി, അവളുടെ പിന്നിൽ ആരും ഇല്ലടി. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെയൊക്കെ കുത്തും കൊണ്ട് അവളൂടെ കിടക്കുമായിരുന്നു. എന്നെ നിനക്കൊക്കെ പണി തന്നിട്ട് നമ്പാട്ടിൽ ഇതിനകം അവൾ സ്ഥാനം ഉറപ്പിച്ചേനെ. ഭർത്താവിൽ നിന്ന് ഒരു സംരക്ഷണവും കിട്ടില്ലെന്ന് അവൾ അന്നേ മനസ്സിലാക്കിയതാ. പിന്നെ അവളെ ആര് രക്ഷിച്ചു എന്നാ പ്രതാപേട്ടൻ പറയുന്നത്? അവളുടെ ഈശ്വരൻ, അല്ലാതെ ആരാ? ഇനിയും കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാനുള്ള ആയുസ് അവക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. സമയമാവുമ്പോ അവള് പോയിരിക്കും. ആ, ഹലോ പ്രിയേ. ഹേമ ഫ്രീ ആണോ? ഞാൻ എപ്പോഴാ ഫ്രീ ആവുന്നത്? കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ അടുക്കള കയറണ്ടേ? ഫ്രീ എന്നത് എന്റെ ലൈഫിൽ ഉണ്ടാവൂന്നേ തോന്നുന്നില്ല. നീ പറഞ്ഞോ. ശബരിയുടെ കോൾ ഇന്നും വന്നു. നീ ഇതിപ്പോഴും രവിയോട് പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ഇങ്ങനെ ഒരു ബന്ധം രവിയോട് പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഹേമേ. എന്നെപ്പറ്റി രവി എന്ത് കരുതും? എന്റെ കോംപ്ലക്സ് ആണെന്ന് ഹേമ കരുതിയാലും സാരമില്ല. കുഞ്ഞമ്മ വഴി ഇതൊന്ന് ഡീൽ ചെയ്തൂടെ? കുഞ്ഞമ്മ എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോ സംശയിക്കുന്നത് ശബരിയുടെ നീക്കത്തിന് പിന്നിൽ കുഞ്ഞമ്മ ഉണ്ടോന്നാ. ആ, ഇപ്പോഴെങ്കിലും പ്രിയക്കത് ബോധ്യപ്പെട്ടല്ലോ. അവരും ശബരിയും ചേർന്നുള്ള ഒത്തുകളി തന്നെയാ. ഹേമയെ നേരിലൊന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പ്രിയയെ വിളിക്കാം. എന്തായി നിന്റെ കൂട്ടുകാരിയുടെ വിശേഷങ്ങള്? ആ കുഞ്ഞമ്മ അവള് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നീ കരുതുന്ന പോലൊന്നും അല്ല അവളുടെ കാര്യങ്ങള്. എന്താ അവന്റെ പേര്? ശബരി. അവനും അവളും തമ്മിൽ പുറത്തു പറയാനാവാത്ത ബന്ധമുണ്ട്. പ്രിയോട് ഞാനത് സൂചിപ്പിച്ചതാ. അവളത് നിഷേധിച്ചു. നീ അതങ്ങ് വിശ്വസിച്ചു. പ്രിയ എന്നിൽ നിന്നൊന്നും ഒളിക്കില്ല. അത് നിന്റെ വിശ്വാസം. അല്ല, ബാംഗ്ലൂരിലെ അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ആകെ ഉള്ളതാ കുഞ്ഞമ്മയാ. അവരൊന്നാന്തരം ഫ്രോഡാ. വിവാഹം തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും അയാളെ ഡിവോഴ്സ് ചെയ്ത് അവൻ്റെ ഒപ്പം ജീവിക്കാമെന്നും ഒരു പെണ്ണ് പറയണമെങ്കിൽ അതത്ര നല്ല ബന്ധമല്ല.
കുഞ്ഞിനെ കിട്ടില്ലെന്ന് ബോധ്യമായപ്പോ അവളിലെ മാതൃത്വം ഉണർന്നു. അതാ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഉണ്ണിമോൾ അവൾക്കൊപ്പം പോകാൻ തയ്യാറായെന്നിരിക്കട്ടെ, പ്രിയ മോളെയും കൊണ്ട് അവന്റെ കൂടെ പോവും. പ്രിയ ഇനി അതിന് വില്ലിങ് ആവില്ല. അതൊക്കെ നിന്റെ തോന്നലുകളാ. ഇവിടെ വിഡ്ഢിയാവും പോകുന്നത് രവിശങ്കർ. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് പ്രിയ കുഞ്ഞിനെയും കൊണ്ട് ശബരിക്കൊപ്പം കടന്നു കളഞ്ഞെന്നാവും. മഹി പണ്ടേ നെഗറ്റീവായിട്ടേ ചിന്തിക്കൂ. ചിന്തിക്കുന്നതെല്ലാം പോസിറ്റീവ് ആകണമെന്നില്ല. രണ്ട് നെഗറ്റീവ് ചേരുമ്പോഴാ പോസിറ്റീവ് ആകുന്നത്. ഈ തിയറി ഞാനെങ്ങും കേട്ടിട്ടില്ല. ജീവിതത്തിൽ നീ അത് അറിയുന്നില്ലേ? എക്സാമ്പിൾ നമ്മൾ തന്നെ. പിന്നെ രവിശങ്കർ ഫൂൾ ആവരുത്. അയാളൊരു നല്ല മനുഷ്യനാ. അയാൾ കാര്യങ്ങൾ മുൻകൂട്ടി അറിയണം. എന്ത് വേണമെന്നാ മഹി പറയുന്നേ? എനിക്ക് അയാളുമായി കണക്ഷനൊന്നുമില്ല. പ്രിയയും രവിയും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരെക്കാളും ഹേമ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനെന്താ സംശയം? എങ്കിൽ ഇപ്പൊ നടക്കുന്ന നീക്കം ഹേമ രവിയെ അറിയിക്കണം. നല്ല ഫ്രണ്ട് ആവേണ്ടത് അവിടെയാ. ഞാൻ എങ്ങനെ പറയും മഹി? രവിയോട് പറയാൻ അവൾ തയ്യാറാവുന്നില്ല. ആ നിലയ്ക്ക് അവളെ ഞാൻ ഒറ്റക്കൊടുക്കുകയല്ലേ ചെയ്യുന്ന. രവിയോടത് പറഞ്ഞില്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തെയാവും ഒറ്റുകൊടുക്കുന്നത്. ഹേമയാണ് പറഞ്ഞതെന്ന് രവി ഒരിക്കലും പുറത്തു പറയില്ല. അതിനുള്ള ക്വാളിറ്റി അയാൾക്കുണ്ട്. ഈ നാണം കെട്ട കളിയിൽ അയാളെ കോമാളിയാക്കരുത്. എനിക്കതേ തന്നോട് പറയാനുള്ളൂ. അഞ്ജലിയുടെ ജാതകം മുക്കാടനെ കൊണ്ട് ഒന്നുകൂടെ പരിശോധിപ്പിച്ചാലോ എന്നാ എന്റെ ഇപ്പോഴത്തെ ആലോചന. എന്തിനാ? ആയുസിന്റെ ദൈർഘ്യം തിട്ടപ്പെടുത്താനോ? അല്ലേ പിന്നെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? രക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ എവിടെ കിടന്നാലും അവൾക്കൊന്നും സംഭവിക്കില്ല. ബാലരാമന്റെ മനസ്സിൽ പ്രതാപനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എനിക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇങ്ങനൊരു നീക്കം പ്രതാപനെ ആരും അറിയിച്ചിരുന്നില്ല. അവനെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, ഒരു ഉൾപ്പേടി കൊണ്ട്. അവൻ ആ പെണ്ണിൽ ഒരു താല്പര്യം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? അവളുടെ പ്രീതി പിടിച്ചു പറ്റാൻ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി. പ്രതാപൻ അറിഞ്ഞില്ലെന്നുള്ള കാര്യം ഏട്ടത്തിക്ക് ഉറപ്പാണോ? ഉറപ്പ്. അവനിപ്പോ അങ്ങനെ ഉപേന്ദ്രന് മുഖം കൊടുക്കാറില്ല. പക്ഷേ വിഷയം ആ പെണ്ണ് തന്നെ. പക്ഷെ നമ്മളെ ചതിക്കാൻ പ്രതാപൻ ഒരിക്കലും തയ്യാറാവില്ല. എനിക്കതിൽ ഉറപ്പുണ്ട്. ഏട്ടത്തി ഒന്നും മനസ്സിലാക്കണം. ഈ വീട്ടിലൊരാൾ ആ സംഭവത്തിന്റെ പിന്നിലുണ്ട്. അത് പ്രതാപനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു പിന്തുണ അഞ്ജലിക്കുള്ളിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാനാവില്ല. അധികകാലമൊന്നും ഈ ഒളിച്ചുകളി തുടരാനും ആവില്ല. അതൊരു വലിയ പൊട്ടിത്തെറിയിൽ ചെന്ന് അവസാനിക്കും. ശ്രുതിയെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൂടാ. എല്ലാം മുൻകൂട്ടി അറിഞ്ഞത് അവനാ. ഈ പ്രശ്നത്തെ ഇതോടെ ഒതുക്കി നിർത്തുന്നതിലാ ഏട്ടത്തി മിടുക്ക് കാട്ടേണ്ടത്. രോഗം അറിഞ്ഞ് വേണം ചികിത്സിക്കാൻ. അതിന് കുറച്ച് അലർട്ടായിരിക്കുന്നത് നല്ലതാ. ജാതകവിധി ഫലിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അവളുടെ സമയമായിട്ടില്ല. പോകാൻ 1 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് തിടുക്കം കാണിച്ചാൽ നടക്കൂ. ഞാനങ്ങനെ ആശ്വസിക്കുന്നത്. പിന്നെ സാന്ദ്രയെ ബാലരാമൻ പറഞ്ഞൊന്ന് ഉപദേശിക്കണം. സുധി എന്റെ വാക്കിനപ്പുറം പോവില്ല. ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മൾ അവരുടെ വിവാഹം നടത്തിയിരിക്കും. ഞാനാണ് ഈ വിവരം അറിയിച്ചതെന്ന് രവി പ്രിയോട് പറയരുത്. രവിയോട് ഇത് തുറന്നു പറയണമെന്ന് അവളുടെ മനസ്സിലുണ്ട്. പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ല. ശബരിയുമായി എന്ത് ബന്ധമാണ് പ്രിയയ്ക്കുള്ളതെന്ന് അന്വേഷിക്കുകയല്ല വേണ്ടത്, അവനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. പ്രിയ അറിയാതെ വേണം അത് ചെയ്യാൻ. അവൻ ആവശ്യപ്പെട്ട പണം അവള് കൊടുത്തു എന്നാണോ ഹേമ പറയുന്നത്? അതെ, 50 ലക്ഷം രൂപ.
വിലമതിക്കുന്നത് രവിക്കൊപ്പമുള്ള ജീവിത. രവിയെ മോളെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല. ടോർച്ചർ സഹിക്കവയ്യാതായാൽ അവള് ജീവൻ ഒടുക്കിയെന്ന് വരും. ഹേമയ്ക്ക് ഇത് എന്നോട് പറയാൻ തോന്നിയതില് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ പ്രിയയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാവും. ധൃതി പിടിച്ചൊരു നീക്കം ഉണ്ടാവരുത്. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രവിക്ക് നന്നായിട്ട് അറിയാം. രവിയുടെ ഒരു വാക്ക് മതി പ്രിയ മറ്റൊരാളായി മാറാൻ. സത്യത്തില് പ്രിയ ശബരിയെ ഭയക്കുന്നുണ്ടോ? ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. പഴയൊരു പ്രണയബന്ധം മാത്രമായി അതിനെ അവഗണിച്ചു കളയാൻ പറ്റില്ല. എന്തിനു വേണ്ടിയായിരുന്നു പ്രിയ വെറുതെ രവിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇന്നിപ്പോ രവിക്ക് മുന്നിലുള്ളത് ആ പഴയ പ്രിയ അല്ല. വേണമെങ്കിൽ രവിക്ക് ഇനിയും പകയും ശത്രുത അവളോടാവാം. ഒരു വെടിവേഷം കെട്ടിയതിന്റെ പക. അത് പാടില്ല രവി. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമ്പോഴാ രവിയുടെ വ്യക്തിത്വത്തിന് തിളക്കമേറുന്നത്. രവിക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ രവിയുടെ മുന്നിലേക്ക് ഞാൻ വരില്ലായിരുന്നു. എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഹേമ തന്നത്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു ശത്രുവിനെ പോലെയാ അവൾ എന്നെ കണ്ടത്. എന്റെ മുഖത്ത് നോക്കാൻ പോലും അറപ്പും വെറുപ്പും കാണിച്ചിട്ടുണ്ട്. ഞാൻ ഹൃദയം പൊട്ടി കരയാനാണ് അവൾ ആഗ്രഹിച്ചത്. എല്ലാ അർത്ഥത്തിലും ശത്രുവായിരുന്നു അവൾക്ക് ഞാൻ. ഒരു ദയം അർഹിക്കാത്ത ശത്രു. പക്ഷേ ഇപ്പോഴത്തെ പ്രിയെ രവി വിസ്മരിച്ച് കളയരുത് പ്ലീസ്. എല്ലാ ആശ്രയം കൈവിട്ട് നിൽക്കുക അവള്. രവി മാത്രമേ ഇപ്പൊ അവൾക്ക് തണലായിട്ടുള്ളൂ. രവിയുടെ മുന്നിൽ ഇപ്പൊ ജീവിക്കുന്ന ഓരോ നിമിഷവും മനസ്സുകൊണ്ട് കരയുക അവൾ. അവളുടെ സങ്കടത്തിന് മുന്നിൽ രവി മുഖം തിരിച്ച് കളയരുത്. ഈ ഒരു കെട്ടുപാട് കൂടി അറുത്തു മാറ്റിയാൽ അവൾ രവിക്ക് നല്ല ഭാര്യയാവും. ഇപ്പൊ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ എന്തു പറയാനാ? ഒരുപാട് ആശങ്കകളോടെയാ ഞാൻ പോകുന്നത്. എന്ത് പറ്റി? സുഖല്ലേ? ഒരു തലവേദന. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ. കടുത്ത വേദന കൊണ്ട്. എന്നാ കിടന്നോ? രവി അരികിൽ വന്നപ്പോ എന്താന്നറിയില്ല, ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. ഞാന് ബാം പുരട്ടി തരാം.
രവി, ഈ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. ഞാനൊരു വിഡ്ഢിയായിപ്പോയി. എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല.